Hi everyone, welcome to channel Swastha Foods. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോക്കനട്ട് ലഡു ആണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കോക്കനട്ട് ലഡു ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇവിടെ 2 കപ്പ് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഒരു വലിയൊരു തേങ്ങ തിരുമ്മിയതാണ്. പിന്നെ എടുത്തേക്കുന്ന 1 കപ്പ് ശർക്കര ചിവിയതാണ്. പിന്നെ കുറച്ച് കാഷ്നട്ടും ബദാമും. ഇനി ഒരു പാൻ വെക്കുക. പാൻ ചൂടാക്കി കഴിയുമ്പോൾ അതിനകത്തോടെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന 2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ വെള്ളം ഒന്ന് പോകുന്നിടം വരെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ല മണം വരുന്നുണ്ട്. ഈ സമയത്ത് ഇതെടുത്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന കാഷ്നട്ട് ബദാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നട്ട്സ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. കോക്കനട്ട് ലഡു വേണം, അതുകൊണ്ടാണ് ഞാൻ നട്ട്സ് കുറച്ച് എടുത്തേക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് റോസ്റ്റ് ചെയ്ത് കുറച്ച് കപ്പലണ്ടി അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി പാലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത് ശർക്കര, 1 കപ്പ് ശർക്കര എടുത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ഇതിനോട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത് തേങ്ങ ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യുക. ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് തന്നെ ഇങ്ങനെ നല്ലോണം കുറച്ച് നേരം ഇളക്കുക. ഇത് കാണാൻ ശർക്കരയും തേങ്ങയും കൂടി നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇളക്കിയിട്ട് ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്യണം. ഇനി ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നട്ട്സ് പൊടിച്ച് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചും ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പം ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. കയ്യിൽ കുറച്ച് നെയ്യൊന്ന് തടവിയിട്ട് ഇത് ബോളാക്കി എടുക്കാം. ചെറിയ ചൂടോടെ തന്നെ എടുക്കുക. ഇങ്ങനെ ബോളാക്കി എടുക്കാം. എല്ലാം അതുപോലെ തന്നെ ബോളാക്കി എടുക്കുക. നല്ല ചൂടുണ്ട്, പക്ഷെ ചെറിയ ചൂടോടെ തന്നെ വേണം ഉരുട്ടിയെടുക്കാൻ. നല്ല ബോളായിട്ട് വരുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊരു 15 മിനിറ്റ്സെങ്കിലും അത് ശർക്കരയും തേങ്ങയും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ ഇങ്ങനെ ബോളായിട്ട് വരത്തുള്ളൂ. ഇപ്പോൾ കോക്കനട്ട് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഡുവാണിത്. അത് മുറിച്ച് നോക്കാം. കാരണം ഇവിടെ അത് സോഫ്റ്റ് ആയിട്ടുള്ള കോക്കനട്ട് ലഡുവാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.